നമസ്കാരം. ഇന്നത്തെ വീഡിയോ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ കീടങ്ങളുടെ ദ്രോഹം കൂടിയാകുമ്പോൾ അത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ ഉപദ്രവകാരികളായ കീടങ്ങളിൽ പ്രധാനിയാണ് തണ്ടുതുരപ്പൻ. തണ്ടുതുരപ്പന്റെ ആക്രമണത്തിൽ കൃഷിക്ക് വലിയ നാശമുണ്ടാവുകയും അത് വിളവിനെ ബാധിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസമായി വിപണിയിലേക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് എത്തുകയാണ്. കൃഷി, ജീവശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ബേയർ AG എന്ന കമ്പനിയാണ് പുതിയ ബിക്കോട്ട എന്ന പ്രോഡക്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. വിളകൾക്ക് കേടുപാടുകൾ വരുത്തി നെല്ലിന്റെ വിളവ് ഗണ്യമായി കുറയ്ക്കുന്ന തണ്ടുതുരപ്പനെയാണ് ബിക്കോട്ട ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ നെൽകർഷകർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബിക്കോട്ട തണ്ടുതുരപ്പനെ പോലുള്ള ഉപദ്രവകാരികളായ കീടങ്ങൾക്കെതിരെയുള്ള കർഷകന്റെ പോരാട്ടത്തിൽ സഹായകരമാകുന്നതാണ്. ബിക്കോട്ട വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുകയും കൃഷിക്ക് ദീർഘകാലത്തെ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. വിപണിയിലെ മറ്റ് പരിഹാരങ്ങളെ അപേക്ഷിച്ച് ഒറ്റ പ്രയോഗം കൊണ്ട് തന്നെ കൂടുതൽ സമയത്തെ സംരക്ഷണം ബിക്കോട്ടയിൽ നിന്ന് ലഭിക്കുമെന്നാണ് ബേയർ അവകാശപ്പെടുന്നത്. വളരെ ഈസിയായി ഉപയോഗിക്കാൻ കഴിയുന്നതോടൊപ്പം സേഫാണ് എന്നും പറയുന്നു. കർഷകന് പ്രയോജനകരമായ കീടങ്ങൾക്ക് ദോഷമുണ്ടാകുന്നില്ലെന്നും അവ സുരക്ഷിതരായിരിക്കുമെന്നുമാണ് പറയുന്നത്. ജൂൺ 9 ബേയറിന്റെ ഈ ഉൽപ്പന്നം ലോഞ്ച് ചെയ്യുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് വേരിന്റെയും തണ്ടിന്റെയും സുഗമമായ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. ബിക്കോട്ട ഉപയോഗിക്കുമ്പോൾ നെൽകർഷകർക്ക് കർഷകന്റെ വിളകളെ സംരക്ഷിക്കുന്ന പരിഹാരങ്ങൾ മാത്രമല്ല, കർഷകന്റെ സമയവും തൊഴിൽ ചെലവും ലാഭിക്കുകയും അവരുടെ വിളവും വരുമാനവും മെച്ചപ്പെടുത്താനും കഴിയുന്നു എന്നും ബേയർ അവകാശപ്പെടുന്നു. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അന്വേഷിച്ചറിയുക, മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രയോഗിക്കുക. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത വിവരം അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിശദ വിവരങ്ങൾ അന്വേഷിച്ചറിയുക. ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. PM കിസാന്റെ 19ാമത്തെ ഗഡു നമുക്ക് ലഭിച്ചത് ഫെബ്രുവരി 24 20ാമത്തെ ഗഡു ജൂൺ മാസത്തിൽ വരുമെന്നാണ് എല്ലാവരും പ്രവചിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. തൊട്ടു മുമ്പിലെ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ് കൃത്യമായി ദിവസം അറിയാൻ കഴിയുക. ഇനി വരാനുള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തിലെ ഇൻസ്റ്റാൾമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് അത് വരുന്നത് ജൂൺ മാസത്തിലുമാകാം, ജൂലൈ മാസത്തിലുമാകാം. അത് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല. ജൂൺ മാസത്തിൽ സാധ്യതയുണ്ട്, വന്നില്ലെങ്കിൽ ജൂലൈയിലായിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, PM കിസാൻ, അതുപോലെ ഫസൽ ബീമ യോജന അഥവാ വിള ഇൻഷുറൻസ്, വിവിധ സബ്സിഡികൾ തുടങ്ങിയ പദ്ധതികളിലെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ കർഷകരും അഗ്രിസ്റ്റാക്ക് എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കർഷക ID ലഭിക്കും. ഭാവിയിൽ കാർഷിക പദ്ധതികളിലേക്ക് അപേക്ഷിക്കുമ്പോൾ കർഷക ID ആവശ്യമായി വന്നേക്കാം. കർഷക ID ഇല്ലാത്തവർക്ക് ആനുകൂല്യം കിട്ടാത്ത അവസ്ഥ വന്നു ചേർന്നേക്കാം എന്നുള്ളതുകൊണ്ട് എല്ലാ കർഷകരും കൃഷിഭവനിൽ പോയി അഗ്രിസ്റ്റാക്കിലേക്ക് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. ഏറ്റവും പുതിയ കരമടച്ച റെസീറ്റ്, ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ തുടങ്ങിയ രേഖകളുമായാണ് കൃഷിഭവനിലേക്ക് പോകേണ്ടത്. അവസാന തീയതി ജൂലൈ 31. ആരും മറക്കരുത്, ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.